പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും വളരെ സുലഭമായ ഒരു ഐറ്റമാണ് ചക്കക്കുരു. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ചക്കക്കുരു കൊണ്ടാണ് ഇന്നത്തെ സ്നാക്സ്. അതിനായി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. കേടായതെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ആദ്യം ഇതൊന്ന് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത ചക്കക്കുരു ഒരു കുക്കറിലേക്കിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിലിന് ശേഷം എടുത്ത് മാറ്റിയ ചക്കക്കുരുവാണ് ഇത്. നന്നായി വെന്തിട്ടുണ്ട്. ചക്കക്കുരുവിന്റെ തൊലിയെല്ലാം വിട്ടു നിൽക്കുന്നതും കാണാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ചൂടാറാനായി മാറ്റി വെക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം ഇതിന്റെ തൊലിയെല്ലാം മാറ്റിയെടുക്കണം. തൊലി മാറ്റി വൃത്തിയാക്കിയ ചക്കക്കുരു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരു 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇങ്ങനെ ചക്കക്കുരു എല്ലാം അരച്ച് മാറ്റിയെടുക്കണം. എല്ലാം അരച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതും, 1.5 സ്പൂൺ കോൺഫ്ലോർ, 3 സ്പൂൺ ഗോതമ്പ് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഒരു 1/2 സ്പൂണും 1/4 സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചേരുവകളെല്ലാമായി. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റോളം നന്നായി കുഴച്ചെടുക്കണം. ഈ ഒരു പരുവം മതി. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു നാരങ്ങ വലിപ്പത്തിൽ മാവ് എടുത്ത് ഉരുട്ടി പരത്തിയെടുക്കണം. കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം. ഇതുപോലെ. ശേഷം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു 6 എണ്ണം ആദ്യം തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിന്റെ സൈഡൊക്കെ ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് വന്നതെല്ലാം എടുത്ത് മാറ്റിയ ശേഷം ബാക്കി കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ഉരുട്ടാനും പരത്താനും ഒക്കെ മടി തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരുവിന്റെ കൂട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറുതായി എടുത്ത് ഇതുപോലെ ഒന്നും എണ്ണയിലിട്ട് കൊടുത്താലും മതി. ഇത് വളരെ എളുപ്പവുമാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. പിന്നെ ചക്കക്കുരുവിന്റെ ഗുണങ്ങളൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.